ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ നേരുന്നു. നമ്മുടെ ഒന്നാം ഓണം എന്നൊക്കെ പറയാം. തിരുവോണത്തിൻ്റെ തലേന്ന് നമ്മൾ ചെറുതായിട്ടൊരു ഓണാഘോഷമാണ് നടത്തുന്നത്. അപ്പോൾ ഇന്നത്തെ പായസം എനിക്ക് ചെറുപയറും അരിയും വെച്ചിട്ടുള്ളൊരു പായസമാണ്. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ 250 ഗ്രാം ഉണക്കലരിയാണിത്. ഏലയ്ക്ക, ശർക്കര, തേങ്ങാപ്പാൽ. നമുക്കിതൊന്ന് തയ്യാറാക്കാം. ആദ്യമേ നമുക്ക് ഈ പയറൊന്ന് വറുക്കണം. പയർ ഏകദേശം തുറന്നിട്ടുണ്ട്. അധികം മൂത്ത് പോകരുത്. നമുക്കൊന്ന് പൊളത്തിയെടുക്കത്തക്ക രീതിയിലാണ് എടുത്ത് കുറച്ച് നോക്കുമ്പോൾ കിതാന്ന് കേൾക്കണം. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇടത്തോട്ട് വേണം തിരിക്കാൻ. നുറുക്കിയാകാവൂ, പൊടിയരുത്. നമ്മൾ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ടെടുക്കാം. ഇനി നമുക്കിത് കുക്കറിലോട്ട് വേവിച്ചെടുക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് ഇടുന്നത്. ഒരുപാടാവരുത്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി നമ്മൾ അരിയും ചെറുപയറൂടെ കയ്യും എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇടാം. കുക്കറിലല്ലെങ്കിൽ ഉരുളിയിലും നമുക്ക് വേവിച്ചെടുക്കാം. ഇതാകുമ്പോൾ സമയലാഭം ഉണ്ടാവും. ഒരു വിസിലടിക്കുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക. നമ്മുടെ ചെറുപയർ പരിപ്പ് പായസമാണ്. നമ്മൾ ഇതിൻ്റെ ആദ്യ ഘട്ടമൊന്നും എടുക്കാനൊത്തില്ല. കുക്കറിൽ വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ശർക്കര ഇട്ടു, നെയ്യ് ഒഴിച്ചു, തേങ്ങ മൂപ്പിച്ചിട്ടു. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി പരിപ്പ് പായസം റെഡിയായിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉത്തരാട സ്പെഷ്യൽ പരിപ്പ് പായസമാണ്. ഉണക്കലരിയും പരിപ്പൂടെ ചേർത്ത് ചെറുപയർ പരിപ്പാണ്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.